പ്രിയങ്കരനായ മലയാളിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ബേസിലിന് അങ്ങയോട് എന്തോ ചോദിക്കാനുണ്ട്. അല്ല, ശിവേട്ടൻ പണ്ടറ ബുദ്ധിക്കാരനല്ലേ? ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രിയുടെ അടുത്ത് ഇങ്ങനെ ഒരു വേദി പങ്കെടുക്കുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുന്ന ആദ്യമായിട്ടാണ്. അതിനകത്തൊരു ആക്കലുണ്ടല്ലോ. അയ്യോ, അത് വെറും തോന്നല. അപ്പോൾ എനിക്ക് ഞാൻ പണ്ട് കോളേജ് ജോയിൻ ചെയ്യാൻ നേരത്ത് എൻ്റെ വീട്ടുകാരെൻ്റെ അടുത്ത് പറഞ്ഞത് ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, പഠിക്കണം, പാസ്സാവണം, അതൊക്കെ ഓക്കെ, പക്ഷേ ഒരു കാരണവശാലും രാഷ്ട്രീയത്തിൽ ചേരാൻ പാടില്ല. രാഷ്ട്രീയത്തിൽ ചേർന്ന വഴിവഴിച്ചു പോവും, പ്രശ്നമാണ് എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷേ കോളേജിൽ പോയി ഞാൻ രാഷ്ട്രീയത്തിൽ ചേർന്നു, പക്ഷെ ഞാൻ വഴിവഴിച്ചു പോയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് നന്നായി. ഒരു ഡിജിറ്റൽ ഏജിൽ ഒരു ചെറിയ സോഷ്യൽ മീഡിയ ട്രോളിന് പോലും ഒരു ചെറുപ്പക്കാരനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന, ശക്തമായ ഒരു നിലപാടില്ലാത്ത ഒരു ചെറുപ്പക്കാരനെ ചിലപ്പോൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിൽ വളരുന്ന കാലത്ത് തന്നെ നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? ഒരു വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ ബോധവും കൃത്യമായിട്ടുള്ള നിലപാടുകളും മെച്യൂർഡ് ഒരു രാഷ്ട്രീയ ബോധവും വളർത്തിയെടുക്കുന്ന ഒരു സാഹചര്യം അത് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. പ്രത്യേകിച്ച് ഇവിടെയുള്ള വിദ്യാർത്ഥികളൊക്കെ പുറത്തേക്ക് പോകുന്നതിൻ്റെയൊക്കെ പുറത്ത് വിദേശങ്ങളിലേക്കൊക്കെ ആകർഷരാകുന്നു എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടത്തിൽ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. കുറേ കൂടെ നിലപാടുള്ള ഒരു സമൂഹവും കുറച്ചുകൂടെ മെച്യൂർഡായിട്ടുള്ള ഒരു രാഷ്ട്രീയ ബോധവുമുള്ള ഒരു സമൂഹത്തെ ഇനി എങ്ങനെ അതിലേക്ക് നമുക്ക് കൂടുതൽ അടുക്കാൻ പറ്റും എന്നുള്ളതാണ് അടിപൊളി. എൻ്റെ ഒരു സർ, ബേസിലിൻ്റെ ചോദ്യത്തിന് കയ്യോടെ തന്നെ മറുപടി പറഞ്ഞാൽ. എല്ലാ ചോദ്യങ്ങൾക്കും അവസാനമാണ് മറുപടി പറയുക. ഇത് ഇദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന നമുക്ക് സ്വീകരിക്കാം. ഇതിനും ഇപ്പോൾ മറുപടി പറയാം. ഇതിൽ ആദ്യ ഭാഗം ഇദ്ദേഹത്തിൻ്റെ രക്ഷിതാക്കൾ പറഞ്ഞതിൽ ഒരു സാധാരണ രക്ഷിതാവിൻ്റെ വികാരമാണ് എന്ന തരത്തിൽ എടുത്താൽ മതി അതിനെ. മാമച്ചാ, പൊന്നു മോനെ, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നടാ. താങ്ക്സ് ഉണ്ടടാ മോനെ ദിനേശ, താങ്ക്സ് അടിച്ചു പൊളിക്കടാ.